ഇടുക്കി കട്ടപ്പനയിലെ നവജാത ശിശുവിന്റെയും വൃദ്ധന്റെയും മരണം കൊലപാതകമെന്ന് സംശയം. കട്ടപ്പനയിൽ നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇരുവരുടെയും മരണത്തിൽ വഴിത്തിരിവായത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. പോലീസിന്റെ ചില സംശയങ്ങളിൽ ഊന്നിയുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാനമായും ഈ കസ്റ്റഡിയിലായിട്ടുള്ള പ്രതികൾ, അതായത് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഉള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായ പോലീസിൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ വിലയിരുത്തൽ പ്രകാരം കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം നിലവിൽ പോലീസ് നടത്തുന്നത്. ഈ മാർച്ച് 2-ാം തീയതിയാണ് കട്ടപ്പനയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സ്വദേശികളായിട്ടുള്ള 2 പേർ, വിഷ്ണു അതുപോലെ തന്നെ നിതീഷ് എന്നീ 2 പേർ പിടിയിലാവുന്നത്. ഇതിനുശേഷം പോലീസ് ഇവരുടെ വീട് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കട്ടപ്പന എസ്ഐക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ വീട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഈ വീടിനുള്ളിൽ ചില ആഭിചാര കർമ്മങ്ങൾ നടന്നു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പൂജകൾ നടക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷണങ്ങൾ ഈ കേസിന് ഈ ഒരു സംശയം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം മറ്റൊരു മുറിയിലേക്ക് കടന്നപ്പോൾ ഈ മുറിയിൽ പുതുതായി ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടു. ഇതാണ് പോലീസിന് സംശയം ബലപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഈ വീട്ടിൽ നിന്ന് തന്നെ 2 സ്ത്രീകളെ പോലീസ് മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. വീട്ടുതടങ്കലിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരെ മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരിൽ നിന്നെല്ലാം തന്നെ ചില അവ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവർക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഒരു 2 കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഒരു സംശയം ജനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ വിഷ്ണുവിൻ്റെ, അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിഷ്ണുവിൻ്റെ പിതാവാണ് ഈ കൊല്ലപ്പെട്ടതിൽ ഒരാളെന്നാണ് സംശയിക്കുന്നത്. ഒരു വർഷമായി ഇദ്ദേഹത്തെ കാണാനില്ല. ഇയാളെ കൊലപ്പെടുത്തിയ ശേഷം ഈ മുറിക്കുള്ളിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. മറ്റൊരു കേസ് അല്ലെങ്കിൽ മറ്റൊരു സംശയം പോലീസിനുള്ളത് ഈ നവജാത ശിശുവുമായി ബന്ധപ്പെട്ട് ഈ വിഷ്ണുവിൻ്റെ സഹോദരിക്ക് 2016 ഒരു കുട്ടി ജനിച്ചിരുന്നു. ആ കുട്ടിയെയും ഈ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു സൂചനയിൽ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതികളായിട്ടുള്ള വിഷ്ണുവിനെയും അതുപോലെ നിതീഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ വ്യക്തമായ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും ഈ ഒരു ആദ്യഘട്ടത്തിലുണ്ടായ സംശയങ്ങളിലൂന്നിയുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും പോലീസ് നടത്തിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ഈ പ്രതികളായിട്ടുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഇതിൽ ഒരു പ്രതിസന്ധിയുള്ളത് വരും ദിവസങ്ങളിൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ കോടതിയിൽ നിന്ന് മാത്രമേ, തുറന്ന കോടതിയിൽ നിന്ന് മാത്രമേ ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്ക് ഇത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ആവും ഈ വീട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വീടിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കോൺക്രീറ്റിന് അടിഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉള്ള പരിശോധനകളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലൊന്നും തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്.